റിയൽ ലൈഫിൽ നടന്ന സംഭവമാണെന്ന് പറഞ്ഞു. അതിൽ നടന്ന അതേ ക്യാരക്ടേഴ്സ് തന്നെയാണോ, മീൻ ആ ക്യാരക്ടർ തന്നെയാണോ സിനിമാറ്റിക് ആയിട്ട് എന്തെങ്കിലും എൻഹാൻസ് ചെയ്തിട്ടുണ്ടോ റൈറ്റിംഗ് വൈസ്? സിനിമാറ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ടും ചില സാധനങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പം അതിന്റെ ഡയലോഗ്സും കാര്യം, കാരണം എനിക്ക് ഈ ഇൻസിഡന്റ് മാത്രമേ അറിയുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ, അവർക്കിടയിലുള്ള കോൺവെർസേഷൻ, ഡയലോഗ്സ് ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. അപ്പൊ ഈ ഇൻസിഡന്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് കാരണം ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം. കാരണം നടന്നൊരു കഥയായതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം. നമ്മൾ വളരെ സിനിമാറ്റിക് ആയിട്ടും സറ്റാരിക്കലായിട്ടും കോമിക്കലും ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ പോലും അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആവണമെങ്കിൽ കുറച്ച് തമാശ കലർത്തി പറഞ്ഞാൽ മാത്രമേ അതിൽ രസം ഉണ്ടാവുന്ന രീതിയിൽ ആണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സിനിമാറ്റിക് ആണ് ഒരു പരിധി വരെ. ഇവന് മാത്രം അത് മനസ്സിലാകുന്നില്ലല്ലോ. എടാ നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നീ ചോദ്യം ചോദിക്കരുത്, പ്രശ്നം കഴിഞ്ഞു. നിനക്കൊരു കാര്യം ഞാൻ മനസ്സിലാവും, ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമായിരിക്കും. അല്ലെങ്കിലല്ലേ നീ ഫസ്റ്റ് ചോദ്യത്തിലല്ലേ നിന്നെ പുറത്താക്കിയത്. നീ ഒരിക്കലും ഇവിടെ ഇതിന്റെ മോന്റെ ജോലിയിൽ പഠിച്ചു വരികയാണ്. ഇത് അത് പഠിച്ചു വരുന്നു. അപ്പം ഈ ഭയങ്കര ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കല് വരുന്നതുകൊണ്ട് ഈ ജോലിയിൽ ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി, ഇതൊക്കെ ഞാൻ നിനക്ക് വളരെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ പലർക്കും അത് അറിയാം, നിനക്കത് അറിയില്ല, അതാ പ്രശ്നം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം പേഴ്സണൽ ആയിട്ട്. ഏറ്റവും പറഞ്ഞ സ്വന്തം സിനിമ പൊട്ടിയെന്ന് ഇവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു വലിയ മനസ്സാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞതാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ അവൻ ചോദിച്ച പോയിന്റതല്ലേ. സിനിമ പൊട്ടിയാല് പലരും അത് പൊട്ടിയില്ല, മറ്റേതാണ് വിജയമാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മളത് പൊട്ടി മോശമായി അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾക്ക് സിനിമ സീരിയസ് ആയിട്ട് കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാത്തതല്ലോ, ഞാൻ വളരെ സീരിയസ് ആയിട്ട്. നീ ഒരാൾ മാത്രം സീരിയസ് ആയിട്ട് ഇട്ടിട്ട് എന്താ കാര്യം? പ്രൊഡ്യൂസർ കാണണ്ടേ? ഇതിന്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഇവരൊക്കെ സീരിയസ് ആയിട്ട്. നമ്മുടെ ആക്ടേഴ്സ് എന്താണെന്നറിയാമോ, നമ്മുടെ ടൂളാണ്. നമ്മൾ എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സിനിമ ചെയ്തു. അതിന് ഞാൻ അത്യാവശ്യം എനിക്ക് അഭിനയിച്ചിട്ടില്ലേ, ആ പടം ഓടിയില്ലേ, നല്ല അതിന്റെ പുറകിൽ ഒരു നല്ല സംവിധായകൻ ഉണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിന്റെ അവിഭാജ്യ ഘടകം. എന്തൊക്കെയാ? എഴുത്ത്, നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം. ഇത് എന്റെ കോളല്ല, നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. നിനക്കൊരു ജോലി, ഒരാൾ ജോലി ചെയ്ത് നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവരുടെ ഗട്ട് ഫീലിങ്ങിനെ നമ്മൾ വിശ്വസിക്കും. കാരണം എല്ലാവരും ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേര് ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം. ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ട് ചിലപ്പോൾ ഓടില്ല. നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് നമ്മൾ സിനിമ അവർക്ക് ഡേറ്റ് കൊടുക്കും. അവര് ആത്മാർത്ഥമായി ശ്രമിക്കും, പൊട്ടിപ്പോ. ഈ 150 പടം ഇറങ്ങുന്നില്ല. നമ്മളൊക്കെ വിദേശത്തൊക്കെ പ്രോഗ്രാമിന് മുമ്പ് ചില ആൾക്കാർ പരിചയപ്പെടും, ഒരു പടം ചെയ്യണമെന്ന് പറയും. ഇരുത്തി എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത്, ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പടം ചെയ്താൽ ഈ 9:30 രാവിലെ 8:30 ഷോ ഇട്ട ആൾ പോലും നൽകും. എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ്, നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ക്ലാസ് എടുത്ത് വിട്ടവനും 2 മാസം കഴിയുമ്പോൾ ചെയ്തു കേട്ടോ പടമെന്ന് പറഞ്ഞ് നിൽക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചിലർ ടൂർ പോകുന്ന പോലെ, ചിലർക്ക് അതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ ചിലപ്പോൾ അല്ല എവിടെ ആയിക്കോട്ടെ, അവർ പൈസ ഉണ്ടാക്കുക, ഒരു പടം ചെയ്യാന്നുള്ള ആഗ്രഹത്തിന് പോയ ആളുകളാണ്. അവരതിന് വരുന്നു, അവരത് ചെയ്യുന്നു. ഇത് കിട്ടിയില്ലെന്ന് ഓർത്ത് ഇതോടുകൂടി അങ്ങനെ നശിച്ച് വഴിയാധാരമാകുന്ന പ്രൊഡ്യൂസർമാരൊന്നും അല്ല. നല്ല ആളുകൾ നല്ല അവരുടെ ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ചുമ്പ് ഒരു ആഗ്രഹപ്പടം ചെയ്യുന്നു. ആ ആഗ്രഹപ്പടത്തിന് അവൈലബിൾ ആകുന്ന ആക്ടർമാരെ തപ്പുന്നു, അതിൽ കിട്ടുന്നു, ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിന്നോട് ഒരു ദേഷ്യവും 1% പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ കേട്ടോ, നിന്റെ പോയതിൽ നിന്നെ പോലെയായിരുന്നു ഞാൻ.